കർത്താവിന്റെ ധനത്തിൽ നിന്ന് വാഴ്ത്തുമാറായിട്ട് ഒരിക്കൽ കൂടെ അപ്പം നോക്കുവാൻ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വരുത്തിയല്ലോ. ആ ദിവ്യ സ്നേഹത്തെ ഓർക്കുവാൻ, ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടത് മൂലം ആ സ്നേഹത്തിന് നിഴലിൽ കർത്താവിൽ മറയുവാൻ ഹാളിലെ വലിയ ശിക്ഷാവധിയും രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയ ആ കാര്യങ്ങൾ വീണ്ടും കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ആ മരണത്തെ ഓർക്കുന്നതാണല്ലോ ഈ ശുശ്രൂഷ. കർത്താവിന് നാൾ വരെയും ഇത് എല്ലാ ആഴ്ചകളും നമ്മൾ കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ പ്രാവശ്യം ഓർക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം പിന്നെയും അവിടെ കൊണ്ട് മനസ്സിലാക്കുകയാണ്. സ്തോത്രം. കാലിൽ നമ്മളെ ചിന്തിച്ചുകൊണ്ടിരുന്നതും നമ്മുടെ പാട്ടുപാടിയിലൊക്കെ പാടിയ കാര്യമുണ്ട്. സ്തോത്രം. മോദമേഴും തിരുമാർഗിൽ യഥാർത്ഥമായി സമ്മതം ചേർന്നു. അപ്പൊ ദൈവത്തിന്റെ വലിയ ആ പുത്രന്റെ ആ വലിയ ഉല്ലാസമായിരുന്നു പിതാവിന്റെ പ്രസാദത്തിന്റെ പുത്രൻ പിതാവിനോട് ചേർന്നിരിക്കുന്ന ട്രൈയൂണിറ്റി, ആ ദൈവിക ക്രിയാകത്വത്തിൽ ഒന്നിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം മറ്റൊരു സന്തോഷം കണ്ടെത്താൻ തീരുമാനിക്കുകയാണ്. അത് ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ എന്ത് ചെയ്തു? നമ്മൾ എന്ന സന്തതിയെ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം അവൻ അവന്റെ സന്തതിയെ കണ്ട് സന്തോഷിക്കുമെന്ന് ദാവീദ് 22 സംഘത്തിൽ പറയുന്ന പോലെ ആ പിതാവിന്റെ സന്നിധി ഇരിക്കുന്ന സന്തോഷം ഒട്ടും തന്നെ ആ കുടുംബത്തെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ, അതിനോട് ചേർത്ത് നമ്മളെയും ആ ഒരു സീഡിന്റെ ആ ഓഫ്സ്പ്രിംഗ് ആക്കി മാറ്റുവാൻ പുത്രൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ പിതാവിന്റെ പ്രസാദത്തിന്റെ ലോകത്ത് നിന്ന് പിതാവിന്റെ ക്രോധത്തിന്റെ ലോകത്തിലേക്ക് വരികയായിരുന്നു. സ്തോത്രം. അവൻ പാപമില്ലായിരുന്നെങ്കിലും നമ്മളെ ആ സന്തതിയായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ പിതാവിന് പാപത്തോടുണ്ടായിരുന്ന ക്രോധം മുഴുവൻ ആര് കുടിച്ചു തീർക്കണമായിരുന്നു? പുത്രൻ തന്നെ കുടിച്ചു തീർക്കണമായിരുന്നു. സ്തോത്രം. അതിന്റെ ആ ക്രോധത്തിന്റെ ആ ഒരു ട്രക്ക് പുത്രന്റെ മേൽ കയറി ഇറങ്ങുന്നത് നമ്മൾ ദർശിക്കുക. സ്തോത്രം. അതിന്റെ ഒരു നിഴല് പോലും നമ്മുടെ മേൽ കട്ടാറ് ആളുകൾ എല്ലാം അവനും ചെയ്തു. അങ്ങനെ കുടിച്ചു തീർക്കണമെങ്കിൽ പുത്രൻ ഉള്ളത് പുത്രൻ വിട്ടാൽ പോരായിരുന്നു. പുത്രനെ തന്നെ നമുക്ക് കൊണ്ട് തരണമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി പിതാവിന്റെ സന്നിധി നിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവനെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നിന്നിട്ട് നമ്മൾ നേടുവരും. അപ്പൊ നമ്മളെ സന്തതിയെ നേടേണ്ടത് എന്താണ്? അവന്റെ പ്രയത്നഫലം ഇത്രയും വ്യാസ്റ്റായിട്ട് കിടക്കും. 53 ഇങ്ങനെ കാണുന്ന അവന്റെ പ്രയത്നഫലം കണ്ട് സന്തോഷിക്കും, അവൻ ഉല്ലസിക്കും, നമ്മളെ ഓർത്ത് അവൻ ഉല്ലസിക്കും. ആ എക്സ്ട്രീം സന്തോഷത്തിന്റെ ലെവൽ എന്താണ്? അല്ലെങ്കിൽ ആ പുത്രൻ താൻ ചെയ്ത പ്രയത്നത്തിന്റെ ഫലം നമ്മൾ പുത്രനെ പോലെ അതേ സീഡിന്റെ സ്വഭാവം കാണിച്ചു, അതേ ഓസ്പ്രിംഗ് ആയിട്ട് പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ ഹാളിലെ ദൈവത്തിന്റെ ബോധമെഴുത്തിരി മാതൃ എത്രത്തോളം ഉല്ലസത്തോടിരുന്നോ ആ ഉല്ലാസത്തിലേക്ക് നമ്മളെ വിളിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 17 അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുക, പിതാവേ ഹല്ലേലൂയ, എനിക്കുള്ള സന്തോഷത്തിൽ അവരും ഇരിക്കണം. സ്തോത്രം. എനിക്ക് നിന്നോടുള്ള ആ ഒരു ഐക്യത്തിൽ അവരും ഇരിക്കണം. സ്തോത്രം. എനിക്ക് നീ തന്നിട്ടുള്ള മഹത്വത്തിൽ അല്ലെങ്കിൽ എനിക്ക് ആ മഹത്വം ഇവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. സ്തോത്രം. ആ ഏകത്വത്തിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, നമ്മളെല്ലാവരെയും സഹോദരന്മാരെയൊക്കെ കണ്ടിട്ട് ആ ബഹുത്വത്തിലേക്ക് ഹല്ലേലൂയ ആ സ്നേഹവും മഹത്വവും എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരുന്നു. സ്തോത്രം. അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നത് ഈസി അല്ലായിരുന്നു. സൃഷ്ടി ഈസി ആയിരുന്നു. പക്ഷെ സൃഷ്ടിയുടെ വീണ്ടെടുത്ത് ഹല്ലേലൂയ അവന്റെ പുത്രനെ തന്നെ കാൽവറി വിട്ടുകൊടുക്കണമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ബാക്കി ഭാഗമായിട്ട് എബ്രായ ലേഖനം അതിന്റെ 13 അധ്യായം ആ യാഗത്തെ ഒന്നുകൂടെ ധ്യാനിക്കാൻ വേണ്ടി. സ്തോത്രം. എബ്രായ ലേഖനം 13 അധ്യായം അതിന്റെ 11 മുതൽ വാക്യങ്ങൾ 10 മുതൽ വാക്യങ്ങൾ വായിക്കുകയാണ്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അപ്പം അനേക യാഗപീഠങ്ങൾ എന്താണ്? കൂടാരത്തിലുള്ള ശുശ്രൂഷയുടെ ഫലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ലേവ്യ പുസ്തകം 16:17 അവിടെ പഠിക്കുന്ന ആ ആണ്ടിൽ ഒരിക്കൽ കഴിക്കുന്ന മഹാപാപ പരിഹാര യാഗത്തിന്റെ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം പല യാഗങ്ങളിലും ആ പുരോഹിതന്മാർക്ക് എന്ത് ചെയ്യുക? അതിൽ നിന്ന് അനുഭവിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസത്തിലെ അല്ലെങ്കിൽ ആണ്ടിൽ ഒരിക്കൽ ചെയ്യുന്ന ഈ മഹാപാപ പരിഹാര പ്രായശ്ചിത്തത്തിന്റെ റൂളിൽ എഴുതിയേക്കുന്നത് ആ മൃഗത്തിന്റെ രക്തം മാത്രം എന്ത് ചെയ്യുക? വിശുദ്ധ മന്ദിരയിൽ കൊണ്ടുപോവുക. അതിന്റെ ഉടല് ആർക്കും അനുഭവിക്കാൻ അവകാശമില്ല. അങ്ങനെ ഒരു യാഗപീഠത്തെ പറ്റിയാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? നഗരവാതിലിന് ഗേറ്റിന് വെളിയിൽ വെച്ച് ചുട്ടുകളയണം. അപ്പം ലേവ്യ പുസ്തകം 16:17 ഒക്കെ തുറന്നുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിന്റെ തോല്, അതിന്റെ സ്കിൻ പാർട്ട്, അതിന്റെ മാംസമായ ഭാഗങ്ങൾ, അതിന്റെ വേസ്റ്റ്, ഇതെല്ലാം എന്ത് ചെയ്യാണ്? നഗരവാതിലിന് പുറത്ത് വെച്ച് ചുട്ടുകളഞ്ഞിട്ട് രക്തവുമായിട്ട് മഹാപുരോഹിതൻ എന്ത് ചെയ്യണം? ആണ്ടിൽ ഒരിക്കൽ കയറുകയാണ്. സ്തോത്രം. അപ്പൊ ഈ രക്തത്തെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേറെ ആർക്കും അനുവാദമില്ല. ഈ രക്തത്തെ ആ മഹാപുരോഹിതൻ ക്രിസ്തുവിനെ നിഴലായി നിന്നുകൊണ്ട് അവൻ ഭയത്തോടുകൂടെ അവന് വേണ്ടി യാഗം കഴിക്കണം.
മറ്റുള്ളവർക്ക് വേണ്ടി യാഗം കഴിക്കണം. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ വെളിപ്പെട്ടപ്പോ അതുപോലെ തന്നെയാണ് ചെയ്തത്. എന്താണ്? അവൻ പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആ ഉടൽ പാളയത്തിന്റെ പുറത്ത് വെച്ച് ചുട്ടുകളയുന്നതിന് തുല്യമായിട്ട് എല്ലാ രീതിയിലുള്ള നിന്ന എന്ത് ചെയ്തു? ഹല്ലേലൂയ, കർത്താവ് തന്റെ ശരീരത്തിൽ അനുഭവിച്ചു. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യാണ്? കാൽവറി ഗോൽഗോത്ത മുകളിലേക്ക് ആക്കി യാഗരക്തവുമായിട്ട് കയറുകയാണ്. സമയത്തിന്റെ അകത്ത് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് രക്തമായിട്ട് കയറി പോകുന്നു. എന്നാൽ എബ്രായ ലേഖനത്തിന് തൊട്ടുമുള്ള അധ്യായങ്ങളൊക്കെ ചേർത്ത് പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അല്ല, നമ്മൾ സ്വർഗീയ കൂടാരങ്ങളിലേക്കാണ് ഈ അർപ്പിക്കപ്പെട്ട രക്തവുമായിട്ട് കയറിപ്പോയത്. സ്തോത്രം. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. നമ്മള് പലപ്പോഴും രക്തത്താൽ മുദ്രയിട്ടൊക്കെ പലപ്പോഴും പണ്ടൊക്കെ അറിവില്ലായ്മ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ രക്തം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. ഇത് മഹാപുരോഹിതന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മഹാപുരോഹിതന് മാത്രമേ, ഇവ പഴയ നിയമത്തിൽ പോലും മഹാപുരോഹിതന് മാത്രമേ രക്തം ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ രക്തം എന്തിനു വേണ്ടിയുള്ളതാണ്? മുദ്ര ചെയ്യാനുള്ളതല്ല. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളതാണ്. അത് ആര് കൊണ്ടുപോയി? പുത്രൻ കൊണ്ടുപോയി. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കാറിന് മുദ്ര ചെയ്യാനും വീടിന് മുദ്ര ചെയ്യാനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇത് മഹാപുരോഹിതൻ ഒരിക്കലായി കഴിപ്പിച്ച യാഗത്തിൽ അവൻ സ്വർഗീയ കൂടാരങ്ങളിലേക്ക് തന്റെ സ്വന്തം രക്തമായി കയറി പോയിരിക്കുന്നത് പുത്രന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ പുത്രൻ എന്ത് ചെയ്യാ ചെയ്യുന്നത്? ഈ രക്തം പിതാവിന്റെ സന്നിധിയിൽ അർപ്പിച്ചിട്ട് ഹല്ലേലൂയ, ആ ന്യായപ്രമാണത്തിലുള്ള സകല നീതി നിറവേറ്റി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുവാൻ, ഹല്ലേലൂയ, നമ്മളെ നീതീകരിക്കുവാൻ എന്ത് ചെയ്യാണ്? ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കാനാണ് ഹല്ലേലൂയ കയറിപ്പോയത്. സ്തോത്രം. അല്ലാതെ ആ ഭാഗത്തിൽ ഞാൻ കിടക്കുന്നില്ല. അതിന്റെ ഈ ഭാഗത്തിൽ പറയുന്നൊരു കാര്യം, ആ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത്. അപ്പം ഈ രക്തം എന്താണ്? ജീവനില്ലാത്തൊരു വസ്തുവിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ മുദ്ര ചെയ്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? ഇത് ജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള രക്തം. അപ്പൊ ജീവനില്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ഇത് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താണ്? നമുക്ക് നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അതൊരിക്കലായിട്ട് സ്വർഗീയ കൂടാരങ്ങളിലേക്ക് പുത്രൻ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നതിന് മുമ്പ് എന്ത് ചെയ്തു? പഴയ നിയമത്തിലെ അതേ യാഗങ്ങളുടെ പൊരുളായിട്ട് എന്ത് ചെയ്തു? യേശു ക്രിസ്തു നഗരവാതിലിന് പുറത്ത് വെച്ച്, എന്ന് വെച്ചാൽ പാളയത്തിന് പുറത്ത് വെച്ച് മൃഗങ്ങളുടെ ഉടൽ ഹല്ലേലൂയ ദഹിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ആ യാഗങ്ങൾക്ക് രണ്ട് നിയമങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന് അത് പൂർണ്ണമായി, ഒന്ന് ഊനമില്ലാത്തതായിരിക്കണം. രണ്ട്, അത് പൂർണ്ണമായി ദഹിക്കണം. ഹല്ലേലൂയ. ഊനമില്ലാത്ത യാഗമായി പൂർണ്ണമായി ദഹിക്കുന്ന, ആ പിതാവിന്റെ ഇഷ്ടത്തിൽ പൂർണ്ണമായി ദഹിക്കുന്ന ആ ഒരു കഷ്ടത മുഴുവൻ എന്ത് ചെയ്തു? പുത്രൻ അനുഭവിച്ചു. അങ്ങനെ കഷ്ടങ്ങളാൽ അവനെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അങ്ങനെ ഈ കഷ്ടതയും നിന്നയും എല്ലാം അനുഭവിച്ചിട്ട് അതിൽ തികഞ്ഞവനായ പുത്രനായിട്ടാണ് അങ്ങോട്ട് പോയത്, വ്യക്തമായിട്ട് കാൽവരി ക്രൂശിലേക്ക് യാഗം അർപ്പിക്കാൻ പോയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഹല്ലേലൂയ എല്ലാ വിധത്തിലുള്ള കഷ്ടങ്ങളും അനുഭവിച്ച്, നമ്മൾ കരയേണ്ട കരച്ചിൽ അവൻ കരഞ്ഞ് ഇതെല്ലാം അനുഭവിച്ചിട്ട് ആണ് എന്ത് ചെയ്തത്? ഈ യാഗത്തിന് വേണ്ടി പുത്രൻ കയറിപ്പോയത്. അപ്പൊ ഈ കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ റൂളാണ്. ഈ നഗരവാതിൽ പുറത്ത് വെച്ച് ഹല്ലേലൂയ മൃഗങ്ങളുടെ ഉടൽ ഹല്ലേലൂയ ദഹിപ്പിച്ച് കളയുന്നത് പോലെ അതാരും അനുഭവിക്കാതിരിക്കാൻ ദഹിപ്പിച്ച് കളയുന്നത് എല്ലാ വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നത് യുക്തമായത്. കാരണം നമ്മളെ അങ്ങനെ രക്ഷിക്കാനുള്ള വഴിയുള്ളായിരുന്നു. ആ കഷ്ടത മുഴുവൻ നമുക്ക് വേണ്ടി അവൻ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ചുമന്നാലേ കഴിയത്തുള്ളായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഈ ക്രൂശിതന്റെ വഴി നടക്കുന്നവരാണെങ്കിൽ നാം എന്ത് ചെയ്യുക? അവന്റെ നിന്ന ചുമന്നുകൊണ്ട് ഹല്ലേലൂയ അവന്റെ അടുക്കൽ ചെല്ലുക. കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ, ആ സന്തതിയിൽപ്പെട്ടവരാണ് നമ്മളെങ്കിൽ, ആ ഓസ്പ്രിംഗിൽപ്പെട്ടവരാണ് നമ്മളെങ്കിൽ, നമ്മുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ നിന്നയാണ്. ഹല്ലേലൂയ. കർത്താവിന് ഈ ലോകം കൊടുത്തത് നിന്നയാണെങ്കിൽ കർത്താവിന്റെ മക്കൾക്ക് ലോകം എന്തേ കൊടുക്കത്തുള്ളൂ? നിന്നേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാനാ പറയുന്നത്. കർത്താവിന് കിട്ടിയത് ഈ നിന്നയാണെങ്കിൽ നമ്മളോടും പറയുകയാണ്, നമ്മളും ഈ കർത്താവിന്റെ യാഗത്തെ ഏറ്റു പറയുന്ന ഈ ശുശ്രൂഷയിൽ കടക്കുമ്പോൾ നമ്മളും ചേർന്ന് നിൽക്കുന്ന ഭാഗം എന്താണ്? ഈ നിന്നയാണ് നമുക്കും ഈ ലോകത്തിൽ അവകാശമായിട്ടുള്ളത്. കാരണം ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ പരീശന്മാരും കാര്യങ്ങളെല്ലാം അവര് യേശുവിനെ നിന്ദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിന്ദിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ, പിതാവ് എന്നെ അയച്ചവനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? എപ്പോഴും യേശുവിനെ നിന്ന കൊണ്ടും ഹല്ലേലൂയ വേദന കൊണ്ടും ഉപദ്രവങ്ങൾ കൊണ്ടും എപ്പോഴും യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ചേർന്ന് വായിക്കുമ്പോൾ ആ യേശുവിനെ അനുഗമിച്ച, ആ യേശുവിന്റെ ദർശനത്തിന്മേൽ ഇറങ്ങി തിരിച്ച, ആ ദൈവത്തിന്റെ നീതിയെ കണ്ടിറങ്ങിയ എല്ലാ വിശുദ്ധന്മാരെയും കുറിച്ച് പറയുന്നത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അല്ലെ? ഇത് രണ്ട് രീതിയിലും ചിന്തിക്കാം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, അവരും ലോകത്തിന് യോഗ്യമായിരുന്നു. മുമ്പ് സ്തോത്രം ചെയ്തപ്പോൾ ആര്യ പറഞ്ഞതുപോലെ അല്ലെ, ഗലാത്യർ 6:10 എന്താ പറയുന്നേ? ഹല്ലേലൂയ, ഞാൻ ലോകത്തിനും ലോകം എനിക്കും. അപ്പം യോഗ്യമല്ലാത്ത രണ്ട് കാര്യങ്ങൾ ചേർത്ത് ഇരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. അല്ലെ?
ഞാൻ കർത്താവിന്റെ ഈ പാത പിന്തുടരുമ്പോൾ കർത്താവിനെ റെസിസ്റ്റ് ചെയ്തെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും? ഈ ലോകം റെസിസ്റ്റ് ചെയ്തിരിക്കും. കർത്താവിനെ അവർ നിന്ദിച്ചെങ്കിൽ നമ്മളെയും ഈ പാത വെച്ച് നോക്കുമ്പോൾ അവര് നമ്മളെയും റെസിസ്റ്റ് ചെയ്യും. കാരണം ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ചല്ല ഈ ആത്മീക വഴി എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ആത്മീക വഴി എന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും പോലെ എന്താണ്? ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് എതിരാണ്, അല്ലെ? അപ്പം കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ നീതി സ്ഥാപിക്കുമ്പോൾ ഏറ്റവും കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന എന്താണ്? നീതി സംബന്ധിച്ച. പരീശന്മാർ പറയുന്ന നീതിയും ദൈവം കൊണ്ടുവരുന്ന നീതിയും കൂടെ കോൺഫ്ലിക്ട് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആർഗ്യുമെന്റുകൾ ഉണ്ടാകുന്നത്. കാരണം രണ്ട് സിസ്റ്റമാണ്. അവർ ചിന്തിച്ചത് ദൈവം ഇങ്ങനെയൊക്കെയായിരുന്നു പ്രസാദിക്കുന്ന അവർ ചിന്തിച്ചു. പക്ഷേ യേശു കൊണ്ടുവന്ന ആ നീതി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെ, സൂര്യൻ പ്രകാശിച്ചു കഴിയുമ്പോൾ മറ്റുള്ള നക്ഷത്രങ്ങളെല്ലാം മങ്ങിപ്പോകുന്ന പോലെ യേശുവിന്റെ നീതി സൂര്യനായ കർത്താവിന്റെ നീതി വെളിപ്പെട്ട് കഴിയുമ്പോഴത്തേന് മാനുഷികമായ എല്ലാ സ്റ്റാൻഡേർഡുകളും പൊളിയും. അപ്പൊ അത് പൊളിയുന്നത് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അല്ലെ? എന്റെ നീതി പൊളിയുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് സ്ഥാപിച്ചു കൊണ്ടുവരുന്ന എന്റെ നീതി പൊളിയുന്നത്, ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ പൊളിയുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ഈ കാര്യത്തെ നിന്ദിക്കുവാനും എറിഞ്ഞുടക്കാനൊക്കെ തുറക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു, ഈ ലൈറ്റ് എനിക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് എവിടാന്ന് അറിയത്തില്ല, എന്ത് ചെയ്യും? എറിഞ്ഞുടക്കുക. ഇതുപോലെയാണ് തേജസ്സാകുന്ന കർത്താവിനെ മനുഷ്യൻ എറിഞ്ഞുടച്ചത് അതുകൊണ്ടാണ്. കാരണം ആ നീതിയെ എന്ത് ചെയ്ത് കഴിയുന്നില്ല, ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ സുവിശേഷം 5:39 മുതൽ വായിക്കുവാണേ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്കും സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിനുള്ള പക്കൽ നിങ്ങൾ ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? രണ്ട് വേ ഓഫ് ലൈഫ് അവിടെ കാണും. ഒന്ന്, ആദാമിന്റെ സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യന്റെ വേ ഓഫ് ലൈഫ് എന്താണ്? തമ്മിൽ തമ്മിൽ ബഹുമാനം കൊടുക്കുക, വാങ്ങുക. ഇപ്പം ആദാമിന് കിട്ടിയെന്ന് പറയാൻ കാരണം ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ള പോലെ ഈ അത്തീലയുടെ സ്വഭാവം. ആദ്യം അവർ നഗ്നത മറയ്ക്കാനാണ് അത്തീല ഉപയോഗിച്ചതെങ്കിലും പിന്നത്തെ കാലത്ത് ഈ അത്തീല മനുഷ്യന്റെ നല്ല പ്രവൃത്തികൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതായിട്ട് മാറി, അല്ലെ? ഞാൻ നല്ല അത്തീല എന്ന സജീവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തിരിച്ചു എന്താ പ്രതീക്ഷിക്കുന്നത്? അടുത്ത ആഴ്ച സജീവങ്ങളും എന്നെ നോക്കി പറയണം നല്ല അത്തീല. പക്ഷെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ മറച്ചു വെച്ച് ജീവിക്കുന്ന എല്ലാവരുടെയും അപ്രീസിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഇതാണ് മനുഷ്യന്റെ വേ ഓഫ് ലൈഫ്, അല്ലെ? അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ വേ ഓഫ് ലൈഫിലേക്ക് ദൈവത്തിന്റെ നീതി കൊണ്ടുവരും. അപ്പൊ കീഴിൽ നിന്നുള്ളവരുടെ നീതി എല്ലാം പൊളിക്കാൻ വേണ്ടി മേലിൽ നിന്നുള്ളവനായിട്ടുള്ള ദൈവത്തിന്റെ നീതി യേശു കൊണ്ടുവന്നപ്പോ ജനത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെ മനുഷ്യന് മഹത്വം ഉണ്ടാകുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ആ നീതിയുടെ കാര്യത്തിന്റെ ഒന്നാമത്തെ കാര്യം, അവിടെ ദൈവത്തിനല്ലാതെ മനുഷ്യന് മഹത്വം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നത് കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ നാമത്തിൽ വന്നായിരുന്നെങ്കിൽ, അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു ലീഡർഷിപ്പ് കാണിക്കുന്ന പോലെ മറ്റൊരു ലീഡർഷിപ്പായിട്ട് മറ്റൊരു രാജ്യമായിട്ട് യേശു വന്നായിരുന്നെങ്കിൽ കുറച്ചൊക്കെ പലരും അംഗീകരിച്ചേനെ. പക്ഷെങ്കിൽ മാനുഷികമല്ലാത്തൊരു നീതിയുമായിട്ട് വന്നതുകൊണ്ട്, ദൈവികമായിട്ടൊരു കാര്യമായിട്ട് വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവർക്ക് തിരികെ ബഹുമാനം കിട്ടാനുള്ള സ്കോപ്പ് കാണുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ തിരികെ ബഹുമാനം കിട്ടാനുള്ള പല വഴികളാണ് മതം, അല്ലെ? ഈ മതത്തിന്റെ സംഹിതകൾക്കകത്തല്ല എന്തായിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കാനുള്ള വഴികളായിരിക്കും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ നമ്മളോട് എന്താ പറയുന്നേ? ഈ പാളത്തിന് വെളിയിൽ പോകാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മതസംഹിതകളുടെ ഈ ഗേറ്റിന്റെ വെളിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാം? ഈ ബഹുമാനം ആഗ്രഹിക്കുന്ന ഇതിനെ എല്ലാം അവിടെ വെച്ച് ചുട്ടുകളാനെ പറയാം. ഞാൻ പറയുന്നതിന് അർത്ഥം അതിന്റെ റിലേറ്റീവ് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ പാളയത്തിന് വെളിയിൽ നിന്ന് ചുട്ടുകളയെന്ന് അർത്ഥം എന്ന് വെച്ചാല് ഹല്ലേലൂയ, ഈ മനുഷ്യ സംഹിതകൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു മതത്തിന്റെ ഒരു ഗേറ്റ് ഉണ്ട്. ആ മതത്തിന്റെ ബൗണ്ടറീസ് ആണ് അകത്ത് എല്ലാവരും സന്തോഷരാണ്. കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വാങ്ങിക്കൊണ്ട് ജീവിക്കുക. ഇനി തങ്ങളുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. മതത്തിന്റെ അകത്ത് ജീവിക്കാൻ സന്തോഷമാണ്, അല്ലെ? എന്നാൽ അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പൊ ഇരുട്ടിലിരുന്നത് കൊണ്ട്, ആ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വാങ്ങിക്കുക. പക്ഷെങ്കിൽ ഈ ഗേറ്റിന്റെ വെളിയിൽ വരേണ്ട ആവശ്യം എന്തുവാണ്? ഈ ബഹുമാനം ഇച്ഛിക്കുന്ന, ഈ ബഹുമാനം വാങ്ങിക്കുന്ന, ബഹുമാനത്തിന് സ്കോപ്പുള്ള ഈ കാര്യത്തെ ചുട്ടുകളയാൻ വേണ്ടിയാണ് പാളയത്തിന് പുറത്ത് അവനോട് ചേർന്ന് നിന്നെ അനുഭവിക്കാൻ പറയാം. ഹല്ലേലൂയ. അപ്പം കർത്താവ് ആ പാളയത്തിന് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്? നിന്നുള്ള അനുഭവിക്കും. ഈ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടൻ കർത്താവിന് സൗഖ്യം പ്രാപിച്ചിട്ട് അവനെ ജനം നിന്ദിച്ച് അവനെ പള്ളിഭ്രഷ്ടനാക്കിയെന്ന് കാണും. ആ പള്ളിഭ്രഷ്ടനാക്കിയിട്ട് മതത്തിന് വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ യേശു അവിടെ നിൽക്കും.
അല്ലെ? അപ്പൊ യേശു ഓൾറെഡി മതത്തിന് വെളിയില്ല. അപ്പൊ നിന്നെയും അവന് പുറത്താക്കിയെന്ന് കർത്താവ് മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് രസകരമായി തോന്നും. യേശു ഓൾറെഡി പള്ളിക്ക് വെളിയിലാണ്. അപ്പൊ പള്ളിക്ക് വെളിയിൽ പുറത്താക്കപ്പെട്ടവനും ആ യേശു തമ്മിലുള്ള കണ്ടുമുട്ടൽ വളരെ മനോഹരമാണ്. അപ്പൊ ഓൾറെഡി പാളയത്തിന് പുറത്ത് നിന്നെ അനുഭവിക്കുന്ന യേശുവിനോട് കൂടെ ഒരാളൂടെ ചേരും. ആരാ? ആ വിടുവിക്കപ്പെട്ട വ്യക്തിയും കൂടെ ചേരുക. അപ്പൊ ആ നിന്നയോടുള്ള ചേർന്നുള്ള യാത്രയാണ്. ഇത് പാളയത്തിന് വെളിയിൽ സംഭവിക്കുന്ന കാര്യം. അപ്പൊ പാളയത്തിന് വെളിയിലുള്ള നിന്ന എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കൂട്ടർ എന്ത് ചെയ്യാണ്? ലോകത്തിന്റെ നിന്ദകളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതം മുഴുവൻ എന്താണ്? ഈ മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് വെളിയിൽ ചുട്ട് എരിയപ്പെടുന്നത് പോലെ ലോകത്തിന്റെ എല്ലാ നിന്ദകളിലും, എല്ലാ ഏറുകളിലും, എല്ലാ ഉപദ്രവങ്ങളിലും ഇതെപ്പോഴും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിന്ന ആൾക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ആയുസിന്റെ തീരുകയാണ്. ഇതിന്റെ അകത്ത് നിൽക്കുന്ന എല്ലാവരുടെ യേശുവിന്റെ സന്തോഷം എന്തായിരുന്നു? അവൻ ഈ അപമാനം അലക്ഷ്യമാക്കി, അല്ലെ? അവന്റെ പേര് ഏൽക്കപ്പെട്ട നിന്നെ എന്ത് ചെയ്തു? യേശു അലക്ഷ്യമാക്കി. എന്ത് കണ്ടുകൊണ്ടാണ്? നമ്മളെ പോലുള്ള സന്തതി എന്ന ആളിലെ വലിയ സന്തോഷം കണ്ടതുകൊണ്ട് ഈ അപമാനം അലക്ഷ്യമാക്കി. അപ്പൊ ഈ പാളയത്തിന് പുറത്ത് ഇതിന് നിന്നെ അനുഭവിക്കുന്നവരുടെ സന്തോഷം എന്താണ്? ആ നിന്നയെ കവിയുന്നൊരു സന്തോഷം. ആ നിന്നയിൽ അവർ തളർന്നു പോകുമല്ല, അല്ലെ? ഈ മതത്തിന് വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് മതം നമ്മളെ ഉപദ്രവിക്കുക, അല്ലെ? മതത്തിന്റെ അകത്ത് നമ്മൾ നിന്നായിരുന്നെങ്കിൽ അവർ നമ്മളെ ബഹുമാനിച്ചേനെ. എന്ത് ചെയ്താൽ നമ്മൾ തിരിച്ചു ബഹുമാനം കൊടുക്കുക, അവർ നമ്മളെ ബഹുമാനിക്കും. പക്ഷെങ്കിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന നഗ്നതയെ വെളിവാകാതിരിക്കേണ്ടതിന് എല്ലാവരിലും മൂടുപടമുണ്ട്, എല്ലാവരിലും വത്തീര്യമുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടത് എന്ത് ചെയ്യാണ്? അവർ വെളിച്ചത്തിലേക്ക് വരാതെ ഈ മതത്തിന്റെ സംഹിതക്കകത്ത് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാന് ഹല്ലേലൂയ ഈ ഒരു മതത്തിനകത്ത് നിൽക്കണമെങ്കിൽ എനിക്ക് എന്റെ രാജ്യം നീതി സ്ഥാപിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? സജീവങ്ങളുടെ നീതിയെ പ്രശംസിക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫെലോഷിപ്പ് ഉണ്ട്, അല്ലെ? സജീവങ്ങൾ തിരിച്ചു എന്ത് ചെയ്യും? എന്റെ ശുശ്രൂഷയെ ബഹുമാനിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപ്രിസിയേഷൻ കൊണ്ടാണ് ഈ മതങ്ങൾ നിലനിന്ന് പോകുന്നത്. പക്ഷെങ്കിൽ ഞാൻ മതത്തിന് വെളിയിൽ ഇറങ്ങി യേശുവിന്റെ നീതി പഠിപ്പിക്കാൻ തുടങ്ങിയ വേറൊരു വ്യക്തിയുടെ നീതിക്ക് അത് ഉപദ്രവമാണ്, അല്ലെ? വെളിച്ചം താങ്ങാൻ കഴിയാത്തതുപോലെ, ഇരുട്ടിനുള്ള വസ്തുക്കൾക്ക് വെളിച്ചം താങ്ങാൻ കഴിയാത്തതുപോലെ അവരുടെ നീതി പൊളിയപ്പെടുന്നു കാണുമ്പോൾ യേശുവിനെ പരീക്ഷമാർ ഉപദ്രവിച്ചതുപോലെ എന്ത് ചെയ്യും? മതത്തിന്റെ വെളിയിൽ ആ പാളയത്തിന്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സ്തോത്രം. അപ്പം ആ പള്ളിഭ്രഷ്ടനായിട്ടുള്ള കുരുടൻ കാഴ്ച കണ്ടതുപോലെ ഒരു കാഴ്ച കിട്ടിയവരാണ് നമ്മൾ, അല്ലെ? ആ കാഴ്ച കിട്ടിയവരെന്ത് ചെയ്തു? ആ മതത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ആ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ നിന്ദകളും ഉണ്ടാകുന്നത്. സ്തോത്രം. അവരുടെ കാഴ്ചയിൽ അവര് വേർപാട് കാണിക്കുന്നില്ല, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. മതം കാണുന്ന പോലെ അല്ല പിന്നെ അവർ കാണുന്നത്. ഹല്ലേലൂയ. മതം ലോകത്തെ കാണുന്ന പോലെ അല്ല അവർ പിന്നെ ലോകത്തെ കാണുന്നത്. സ്തോത്രം. അവർക്ക് ലോകം യോഗ്യമല്ലാതായി വരും. അപ്പൊ വിശുദ്ധിയിൽ വളരുന്ന യേശുവിടെ നിന്നയോട് ചേർന്ന് വരുന്ന ഓരോ വ്യക്തിക്കും ഈ ലോകം യോഗ്യമല്ലാതെ വരും. നേരെ തിരിച്ചും ലോകത്തിനും ഇവർ യോഗ്യമല്ലാതായിട്ട് വരും, അല്ലെ? നമ്മുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാരൻ ആ ജോലിക്ക് അതിൽ അനുസരിച്ചുള്ള സ്കില്ല് നമ്മളിൽ ഉണ്ടോ നോക്കും. എന്ന് വെച്ച പോലെ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ജീവിത നിലവാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ലോകം എപ്പോഴും ഈ പാളയത്തിന് പുറത്ത് നിന്ന കർത്താവിന് കൊടുത്തതുപോലെ കർത്താവിന്റെ സന്തതികൾക്കും കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ കർത്താവ് അനുഭവിച്ച ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ വിളിച്ചത്. കർത്താവ് അനുഭവിച്ച ആ സന്തോഷം എന്തായിരുന്നു? ഹല്ലേലൂയ. നമ്മളെന്ന സന്തതിയെ കാണുന്ന സന്തോഷം, പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. നമ്മളിലും ആ സന്തോഷം ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ ഈ മതം നിന്ദിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. അവിടെ തളരാതിരിക്കണമെങ്കിൽ യേശു അപമാനം അലക്ഷ്യമാക്കിയത് എന്ത് സന്തോഷത്തിലാണോ ആ സന്തോഷത്തിൽ ഞാനും എന്റെ സന്തോഷത്തെ കൊണ്ടുവെക്കണം. അപ്പൊ പാളയത്തിന് പുറത്ത് യേശു നിന്നെ അനുഭവിച്ചതുപോലെ നമ്മളും ഇതിന് പുറത്ത് നിൽക്കുക. ഹല്ലേലൂയ. മതങ്ങൾക്ക് അകത്തുനിന്ന് പുറത്ത് വന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. പാരമ്പര്യങ്ങൾക്ക് അകത്തുനിന്ന് പുറത്ത് വന്നവരാണ്. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അനുസരിച്ച് പൊക്കോണ്ടിരുന്ന ഒരു ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് എന്താണ്? വ്യർത്ഥവും മൃദു പാരമ്പര്യമായിട്ടുള്ള നടപ്പിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത ആ രക്തത്തിന്റെ അവകാശികളായി നമ്മൾ പുറത്തു വന്നതുകൊണ്ട് ഈ ലോകം എപ്പോഴും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ആ യോഹന്നാൻ സുവിശേഷം തന്നെ 5 ഇങ്ങനെ തൊട്ടുമ്പോൾ വാക്യം വായിച്ചാൽ മതി. എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് എനിക്ക് ആവശ്യമില്ല, അല്ലെ? 36 വായിച്ചേ. 5:36. എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തിൽ വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുക തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. അപ്പൊ യേശുവിന്റെ പ്രവർത്തികളാണ് യേശുവിന്റെ സാക്ഷീകരിക്കുന്നത്. മനുഷ്യരാരും യേശുവിനെ സാക്ഷീകരിക്കുന്നില്ല. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർത്താവ് പിതാവിന്റെ സാക്ഷ്യം പ്രാപിക്കുന്നു. പിതാവ് കർത്താവിന് കൊടുത്ത പ്രവർത്തികൾ കർത്താവിന്റെ സാക്ഷിയായിട്ട് കർത്താവ് അംഗീകരിക്കുന്നു. ആരും അവന്റെ രൂപ കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചനെ നിങ്ങൾ വിശ്വസിക്കുന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്റെ അടുക്കൽ വരാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇരുട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ചോദിക്കുകയും
അത് പ്രാപിക്കുകയും ചെയ്ത് ജീവിക്കുക. പക്ഷെങ്കിൽ ഇതിന്റെ വെളിയിൽ വന്ന കർത്താവ് എന്ത് ചെയ്തു? പാളയത്തിന്റെ പുറത്ത് നിന്നെ അനുഭവിക്കാനിടയിൽ ഈ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ഈ കർത്താവിനെ ഇവർ മതത്തിന്റെ അകത്താക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പല പ്രാവശ്യം. വായിച്ചിട്ടുണ്ട് അങ്ങനെ വാക്യങ്ങള്. 2:23 ആന്റി പറഞ്ഞ പോലെ തന്നെ 2:23 വായിച്ചു. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിൽ ഉള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യന്റെ യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പൊ മനുഷ്യൻ അവനെക്കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങി. ഇനി ഞങ്ങളുടെ രാജാവായിക്കും ആന്റി ഓർപ്പിച്ചല്ലോ, 6-ാം അധ്യായത്തിൽ യേശു 5 അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് ഇങ്ങനൊരു രാജാവുകളുടെ ഞങ്ങളുടെ മതത്തിൽ ഉണ്ടെങ്കിൽ എന്നും ഫുഡ് അടിക്കാൻ കിട്ടും അല്ലെ, എന്നും അപ്പം വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ ആളുണ്ട്, എന്നും മീൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പടയിൽ ആളുണ്ട്, ഞങ്ങളുടെ കൂടെ കുടിക്കുമെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? രാജാവാക്കാനൊക്കെ ശ്രമിച്ചു. കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് അവിടെ വിട്ടുകൊടുത്തില്ല. കാരണം കർത്താവിന് അറിയാം മനുഷ്യനുള്ളത് എന്താണ്, ഈ ആദാമിൽ ജനിച്ച ഈ അത്തീലുകളുടെ സ്വഭാവം എന്താണെന്ന് കർത്താവിന് അറിയാം. കർത്താവ് എന്ത് ചെയ്തു? മനുഷ്യനുള്ളത് എന്ത് എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് അവരെ തന്നെ യേശു എന്ത് ചെയ്തില്ല? ഈ മതസംഹിതകളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം അവിടെ ഒരു കുട്ടി രാജാവായിട്ട് യേശുവിനെ പ്രതിഷ്ഠിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെങ്കിൽ യേശു എന്ത് ചെയ്തേ? അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തു. എന്നുവെച്ചാൽ ഈ പാളയത്തിന് പുറത്തേക്ക് പോവുക ചെയ്തു. പാളയത്തിനകത്ത് നിൽക്കുവാണെങ്കിൽ ബഹുമാനം മനുഷ്യരിന് കിട്ടും. പക്ഷെ പാളയത്തിന് പുറത്തേക്ക് പോയാലോ നിന്നയാണ്. അവിടെ ഉടൽ ഗുണമായിട്ട് ദഹിപ്പിക്കണം എന്നുള്ളതാണ് കാര്യം. സ്തോത്രം. അവിടെ പാളയത്തിന് പുറത്തേക്ക് പോയത് കൊണ്ട് ആ വിശുദ്ധ രക്തം എനിക്ക് യോഗ്യമായി തീർന്നു യാഗം അർപ്പിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ ഈ പഴയ നിയമത്തിൽ ആ പാളയത്തിന് പുറത്ത് ഉടൽ എല്ലാം കരിച്ചു കളഞ്ഞ ആ യാഗവസ്തുവിന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിൽ അർപ്പിക്കപ്പെട്ട യോഗ്യമായതുപോലെ എനിക്ക് വേണ്ടി യേശു ഈ മനുഷ്യരുടെ ബഹുമാനങ്ങളുടെ പാളയത്തിന് പുറത്ത് പോയത് കൊണ്ട് ആ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കാൻ തിരുസന്നിധി യോഗ്യമായി തീർന്നു. സ്തോത്രം. അപ്പൊ യേശു അവരിലുള്ളത് എന്ത് അറിഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ചെയ്തോളൂ. എന്താണ് അതിനുള്ള സ്തോത്രം? അതുകൊണ്ടാണ് ആ രക്തം എനിക്ക് വേണ്ടി പ്രയോജനമുള്ളതായിട്ട് മാറിയത്. സ്തോത്രം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ നിന്നയേക്കേണ്ടി വന്നത്. ആ നിന്ന ഏറ്റതാണ് എനിക്ക് ദൈവസന്നിധിയിലുള്ള അംഗീകാരം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഇച്ചിരി കണക്ട് ആയി ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ യോഹന്നാൻ 6-ാം അധ്യായം പലരും യേശുവിന്റെ കാര്യങ്ങൾ വിശ്വസിക്കുകയും അടുത്തുകൂടെയൊക്കെ ചെയ്തു. പക്ഷെ 6-ാം അധ്യായം അവസാനിക്കുമ്പോഴേക്കും അനേകർ ഇട്ടിട്ട് പോയി. അപ്പം ഓടിക്കൂടുന്നൊരു പുരുഷാരം ഉണ്ടായിരുന്നു യേശുവിന്റെ അത്ഭുതങ്ങളെ കണ്ടപ്പോൾ. പക്ഷെങ്കിൽ നിങ്ങൾ എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ഫെലോഷിപ്പിലേക്ക് വരാത്തടത്തോളം കാലം, ആ നിന്നയുടെ അനുഭവത്തിലേക്ക് വരാത്തടത്തോളം കാലം എനിക്ക് നിങ്ങളുമായിട്ട് ഫെലോഷിപ്പ് ഇല്ല. എന്റെ വചനം നിങ്ങൾ വസിച്ചിരിപ്പില്ല. നിങ്ങൾ എന്റെ അടുക്കൽ ജീവനെ അന്വേഷിച്ച് വരുന്നില്ല. നിങ്ങൾക്ക് അപ്പം മതി അല്ലെ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് മതി, നിങ്ങളുടെ മതത്തിന്റെ ഒരു നിലനിൽപ്പ്. പക്ഷെങ്കിൽ നിങ്ങളെ തകർക്കുന്ന, നിങ്ങളുടെ മതസംഹിതകളെ തകർക്കുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് വരാൻ മനസ്സില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ അതിനെ ഇട്ടിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം യേശു പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? റോങ് ഇന്റൻഷനോടുകൂടെ തന്നോട് അടുക്കുന്നവർ അകറ്റുകയും ചെയ്യും അല്ലെ. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം. ഈ ഭാഗം ഞാൻ ചിന്തിച്ചില്ല, ഇപ്പൊ എന്റെ വായിൽ വന്ന സ്തോത്രം. അപ്പൊ യേശു ഓൾറെഡി എന്ത് ചെയ്യണം? പാളത്തിന് പുറത്തേക്ക് ഇറങ്ങുക, മതത്തിന്റെ അകത്തും തന്നെ വെളിയിലാക്കിക്കൊണ്ടേ ഇരിക്കുക. അവർ യേശുവിനെ അവരുടെ സംഹിതകളിലേക്ക് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ യേശു എന്ത് ചെയ്യണം? സ്വയം വെളിയിൽ പൊക്കോണ്ടിരിക്കുക. അതേസമയം തന്നെ യേശുവിന്റെ പുറകെ വരാൻ ആഗ്രഹിച്ചവരുടെ ഇന്റൻഷൻ കർത്താവ് മനസ്സിലാക്കുന്നതോടെ എന്താ പറയുന്നത്? നിങ്ങൾ ഇട്ടിട്ട് പോകാനാ പറയുന്നത് അല്ലേ. എന്റെ വചനം നിങ്ങളിൽ വസിച്ചിരിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെയോടുകൂടെ അവകാശമില്ല. സ്തോത്രം. നിങ്ങൾക്ക് എന്റെ അടുക്കൽ ജീവൻ പ്രാപിക്കാൻ വേണ്ടി വരാൻ തോന്നുന്നില്ല. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് എല്ലാത്തിനും ഉപകരിക്കുന്നത് പറയുന്നത് അത് കഠിനമാക്കായിട്ട് മാറി. കാരണം ജഡത്തിലാണ് ഇവരെല്ലാം പണു വെച്ചേക്കുന്നത്. അപ്പൊ ആ പണു വെച്ചിരിക്കുന്ന ഒന്നും ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? ഇത് പൊളിയുക അല്ലെ. ഇവര് പണിത് കൊണ്ടിരുന്ന ആ സംഹിതകളെല്ലാം ജഡത്തിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് കർത്താവ് പറയുകയാണ് ഇതൊന്നിനും ഉപകരിക്കുന്നില്ലെന്ന് അല്ലെ. അതിപ്പോ കഠിനവാക്കാണ്. ഈ മതിലുകളെ പൊളിക്കുന്ന ഒരു വാക്കാണ്. അത് പൊളിക്കുന്നത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. മതിലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അല്ലെ. മനുഷ്യൻ മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്ന മൂടുപടങ്ങൾ പൊളിഞ്ഞു പോകുന്നത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഈ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത് അവർക്ക് എന്തായി മാറുകയാണ്? കർത്താവിന്റെ മാംസം ഭക്ഷിക്കുകയും അവരുടെ രക്തം കുടിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക്, അല്ലല്ലേ, മനുഷ്യന്റെ പേരിൽ അല്ലാതെ വരുന്ന ഒരു രീതിയിലേക്ക് എന്തിനാണ് മനുഷ്യൻ അടുക്കാൻ കഴിയുന്നില്ല. അത് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് മനുഷ്യന് ദൈവത്തിന്റെ നീതിയിലേക്ക് അടുക്കാൻ കഴിയുന്നു? ഒന്നാമത്തെ കാര്യം, ഈ ജഡം അവിടെ ഉപകരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് വരും. എങ്ങനെയും മനുഷ്യൻ തന്റെ ജഡത്തിലുള്ള നന്മയിൽ വളരാനും സന്തോഷിക്കാനും അതിൽ ബഹുമാനം വാങ്ങിക്കാൻ ഇച്ഛിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോ എന്ത് ചെയ്യാണ്? എന്റെ അകത്തേക്ക് ദൈവം കൊണ്ടുവരുന്ന വഴി എന്താണ്? ഇതെല്ലാം ഈ
സന്തോഷം ഇച്ഛിക്കുന്ന ജഡം പാളയത്തിന് പുറത്ത് എന്ത് ചെയ്യണം? നിന്നെ അനുഭവിക്കണം. ഈ മാനം ഇച്ഛിക്കുന്ന ജഡം പാളയത്തിന് പുറത്ത് നിന്നെ അനുഭവിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? യേശുവിനോട് ചേരുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ജീവനോട് ചേരുക. അവന്റെ മഹത്വം മാത്രം അന്വേഷിക്കുക. പിതാവിന്റെ മഹത്വം പുത്രൻ അന്വേഷിച്ചതുപോലെ, പിതാവിന്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ചതുപോലെ മനുഷ്യന്റെ നിയമങ്ങൾക്ക് വെളിയിൽ, ഈ പാളയത്തിന് വെളിയിൽ നടക്കുന്ന ഒരു ജീവനിലേക്ക് ഒരു ഓട്ടം. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൂടെ എന്ന് ശിഷ്യന്മാരെ നോക്കി പറയുമ്പോൾ കർത്താവ് പത്രോസ് പറയുകയാണ്, നിത്യജീവൻ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ അപ്പം കണ്ടിറങ്ങിയവരല്ല. സ്തോത്രം. ഞങ്ങൾക്കറിയാം നിന്നെ എറിഞ്ഞവർ ഞങ്ങളെ എറിയും. പത്രോസിന്റെ അകത്ത് ദൈവ വെളിപ്പാട് കൊടുക്കുകയാണ്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? സ്തോത്രം. അപ്പൊ ജീവൻ പ്രാപിപ്പാൻ അടുക്കൽ വരാൻ ഇഷ്ടമില്ലാത്തൊരു കൂട്ടം നിൽക്കുമ്പോൾ ഒരു ചെറിയ ശേഷിപ്പ് പറയുകയാണ്, ഞങ്ങൾ ആ നിത്യജീവൻ വേണം. നിത്യജീവൻ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ലോകം നിന്ദിക്കും, പക്ഷേ ഞങ്ങൾക്കറിയാം ആ നിന്ദകൾക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കർത്താവിനോടുകൂടെ ആ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു ഉല്ലാസത്തിന്റെ കാലമുണ്ട്. സ്തോത്രം. പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ ഉല്ലസിക്കുന്ന ഉല്ലാസത്തിന്റെ കാലമുണ്ട്. അതുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കിയതുപോലെ ആ അലക്ഷ്യമാക്കുന്ന സ്വഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഒരു ചെറിയ ശേഷിപ്പിന് സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് അതുകൊണ്ട് ദൈവം അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് നമുക്ക് ചേരാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 6:65 വായിക്കുകയാണ്, ഇത് ഹേതുവായിട്ട് അത്രേ ഞാൻ നിങ്ങളോട് പിതാവ് നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പൊ ഈ കർത്താവ് പറഞ്ഞ എന്താണ്? ഈ പത്രോസും ഈ മടങ്ങിപ്പോയ പുരുഷനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സ്വഭാവം കൊണ്ട് ഇല്ല, രണ്ടും ആദാമിന്റെ മക്കളാണ്. പക്ഷെ ഒരു ചെറിയ ശേഷിപ്പിന് എന്ത് ചെയ്തു? പിതാവ് ട്രാഗ് ചെയ്ത് പിടിച്ചു മാറ്റി പാളയത്തിന് വെളിയിലേക്ക്. അവരെ ഇറങ്ങി തിരിച്ചതല്ല, അല്ലെ? നോക്കിയാൽ ഈ നിന്ന് അനുഭവിക്കാൻ ആരും ഇഷ്ടപ്പെടുമോ? ഇല്ല. പിതാവ് തന്നെ എന്ത് ചെയ്യണം? ഈ പാളയത്തിന് പുറത്തേക്ക് അവരെ വലിച്ചിറക്കിയാൽ മാത്രമേ യേശുവിനോട് കൂടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഇറക്കിപ്പെട്ട ഒരു 12 പേര് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു ആദ്യ കാലത്ത്. അപ്പൊ അവരോട് ചേർന്നാണ് നമ്മളെയും ഈ അന്ത്യകാലത്ത് ദൈവം പാളയത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി അപ്പൊ പാളയത്തിന് വെളിയിൽ ഇറങ്ങിയ കൂട്ടത്തോട് ഞാൻ പുൽപ്പറ്റി നിന്ന് പറയുകയാണ്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. അതൊരു സുവിശേഷമാണ്. എന്റെ കർത്താവിനെ എന്താ ചെയ്തവര്? അപമാനിച്ചു, നിന്ദിച്ചു. എന്റെ ജഡം ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സുഖം, ഒരു മാനം. ആ മാനത്തെ അന്വേഷിക്കുന്ന ഒരു ജഡത്തിന് വേണ്ടി ജഡപ്രകാരമുള്ള സുവിശേഷം ഞാൻ പറയുവാണെങ്കിലോ എത്ര നിർഭാഗ്യകരമാണ്, അല്ലെ? എന്തല്ലാതെ എന്ത് പറയാൻ പറ്റും? സ്തോത്രം. പാട്ടുകാരെ പറയുന്ന പോലെ, ഹല്ലേലൂയ, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനാണ്? ലോകം കർത്താവിന് കൊടുത്തത് മുൾമുടിയാണെങ്കിൽ അതിന്റെ അപ്പുറവും നിങ്ങൾ അനുഭവിക്കുന്ന കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. നിങ്ങള് ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ ഉപദ്രവിക്കും. അവിടെ അതിന്റെ നടുവിലാണ് പുതിയൊരു സുവിശേഷമായിട്ട് പിശാച് ലോകത്തിലേക്ക് വന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങളെ മാനിക്കുന്നൊരു ദൈവം. എവിടെ മാനിക്കുന്നു പറയുന്നത്? ഓൾറെഡി പാളയത്തിന് പുറത്ത് നിന്നെ അനുഭവിക്കുന്ന കൂട്ടത്തോട് മാനിക്കുന്നു പറഞ്ഞാൽ അവരെ എന്ത് ചെയ്തിരിക്കും? ഞങ്ങൾക്ക് ഈ മാനം വേണ്ടാന്ന് അവർ പറയത്തുള്ളൂ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ, അത് അന്വേഷിക്കുന്നവരാണ് ഞങ്ങൾ. അവൻ അപമാനം പാളയത്തിന് പുറത്ത് അനുഭവിച്ചെങ്കിൽ ഞങ്ങളും ആ അപമാനം അനുഭവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരാം. അതുകൊണ്ട് ഈ ലോകത്തിന് മാനം ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങളെ കൊല്ലുമായിരിക്കാം, ഉപദ്രവിക്കുമായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ അകത്ത് വീണൊരു സന്തോഷമുണ്ട്. ആ സീഡ് ഞങ്ങളുടെ അകത്ത് വീണു. ആ ഓസ്പ്രിങ്ങിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പെട്ടിരിക്കുക. ആ പുത്രന്റെ ആ സീഡിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക. ആ സീഡ് ഈ ലോകത്തിൽ കഷ്ടം അനുഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളും ഇതിന്റെ അവകാശികളായി മാറുക. സ്തോത്രം. അല്ലെങ്കിൽ ആ ഓസ്പ്രിങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ സന്തോഷത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ നമ്മളെ ശക്തിയാക്കട്ടെ. സ്തോത്രം. ഈ വചനങ്ങൾ അല്ലെങ്കിൽ പിന്നെ യോഹന്നാൻ 5 1 മുതൽ 5 വാക്യങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി വാക്യങ്ങൾ കിടക്കുന്നു. സമയപൂർവ്വം ഇതെല്ലാത്തിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് മതത്തിന്റെ വെളിയിലേക്ക് പോകുന്നത് എന്നൊക്കെ വായിച്ചിട്ടാണ് എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കൊണ്ടുപോകുന്ന ലേഖനം 11 വായിച്ച് ശുശ്രൂഷയിലേക്ക് ഇടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.